ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആൻസിസ് കുക്കറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് ഒരു അടിപൊളി ബീഫും കായും കൂടെ കറി വെച്ചാലോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിൽ തന്നെ ബീഫ് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി നമ്മളതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉപ്പും കൂടെ ചേർത്ത് വേവിച്ചെടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളിയും അതുപോലെ 1.5 സവാള ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമുണ്ട്. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൽ ബീഫ് വെന്ത് വന്നിട്ടുണ്ട്. ആ ബീഫ് എല്ലാം നമ്മൾ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ബീഫ് വെന്ത ആ വെള്ളത്തിൽ തന്നെ നമ്മൾ കായ ഇട്ട് വേവിച്ചെടുക്കുകയാണ്. അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഗരം മസാലയും കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് നമ്മൾ കായ വേവിച്ചെടുക്കുകയാണ്. വിറകടുപ്പിലാണ് ബീഫും കായും കറി വെക്കുന്നത്. അപ്പം ഞാനിവിടെ ഒരു ഉരുളി അടപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായ, കറുകപ്പട്ടയുടെ ഇലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും സവാള അരിഞ്ഞതും ഇട്ട് കൊടുത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളൊരു പാൻ അടപ്പത്ത് വെച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല ഇതെല്ലാം ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇത് നന്നായി മൂത്ത് വരുമ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം പെരിഞ്ജീരകവും 1 ടേബിൾ സ്പൂണോളം കുരുമുളകും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുത്ത് അതൊന്ന് തിരജാറിൽ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ വഴന്നു വന്ന സവാളയിലേക്ക് നമ്മുടെ പൊടി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. വെളിച്ചെണ്ണ കുറവാണെങ്കിൽ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണം. വെളിച്ചെണ്ണ ചേർത്ത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ട് നമ്മുടെ ബീഫും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് ഒരു 5 മിനിറ്റ് മസാലയിൽ ഒന്ന് കറുപ്പിച്ചെടുക്കണം. അതിനുശേഷം നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ള നമ്മുടെ കായും കൂടെ ഇതിലിട്ട് നന്നായിട്ടൊന്ന് നമ്മുടെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇത് ചെറു തീയിൽ, അതായത് ഈ കനലിൽ കുറേ നേരം ഇരുന്ന് വേവുമ്പോഴാണ് കേട്ടോ ബീഫും കായ്ക്കും നല്ല ടേസ്റ്റ് വരുന്നത്. അതുപോലെ നന്നായി കുറുകി വരികയും ചെയ്യും. കറുത്ത കളറിലായിട്ട് ഇങ്ങനെ കിട്ടുകയും ചെയ്യും കേട്ടോ. അപാര ടേസ്റ്റ് തന്നെയാണ് ബീഫും കായ്ക്കും. നമ്മുടെ ഇതൊക്കെ വെന്ത് വന്നതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഞാനിതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ബീഫിന്റെ ഒരുവിധം ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബീഫും കായും കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ബീഫും കായും കറി തന്നെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോസ് കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോസിനൊക്കെ നിങ്ങൾ ചെയ്ത സപ്പോർട്ടിനും ലൈക്കിനും കമൻസിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നും നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത നമ്മുടെ സിമ്പിൾ റെസിപ്പീസുമായിട്ട് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ ബൈ.